ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിവിടുന്ന് തിരിച്ചു പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. കഴിയാൻ പോവാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പരുവ അടിച്ചുകൊണ്ടിരിക്കുന്നു. 4 ദിവസം കൂടെ ഉണ്ട്. 4 ദിവസം ഉണ്ടോ? ഇനി വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓക്കെ, 4 ദിവസം ബാക്കി. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ്. മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നമുക്ക്. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. ചില ഐറ്റംസൊക്കെ നമുക്ക് തലേ ദിവസമൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ തലേ ദിവസം വാങ്ങിക്കുള്ളൂ. ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് നേരത്തെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്നതെല്ലാം ഇന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പോകുന്നത് നമ്മൾ ബാഗൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ടല്ലോ, ആ കടയിലേക്ക്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് തോളിൽ തൂക്കാനുള്ള ഒരു ഷോൾഡർ ബാഗ് നമുക്ക് വാങ്ങിക്കണം. കാരണം ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചേട്ടൻ ഒരു ബാഗ് തൂക്കിയായിരുന്നത് വെയിറ്റ് കുറവായിട്ട് നമ്മൾ ലഗേജിൻ്റെ കൂട്ടത്തിലാണ് വിട്ടുകൊണ്ടിരുന്നത്. അത് തോളിൽ തൂക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടന് ഷോൾഡറിൽ തൂക്കാൻ കരുതിയുള്ളൊരു ബാഗ് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കട എത്തി. വർഗീസ് ചേട്ടൻ്റെ ബാഗ് കട. നമ്മൾ ഈ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിക്കാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസുകളെല്ലാം കാണുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞങ്ങൾ എല്ലാ വർഷവും ഈ കടയിൽ വന്ന് ബാഗ് വാങ്ങിക്കാറുണ്ട്. ഞങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ ചേട്ടന്, ചിലപ്പോൾ എനിക്ക്, ചിലപ്പോൾ അഞ്ചുമോൾക്കൊക്കെ. അപ്പോൾ ഈ വർഷം ചേട്ടനുള്ള ഷോൾഡർ ബാഗ് വാങ്ങിക്കാനായിട്ടാണ് ഈ കടയിലേക്ക് വന്നത്. അപ്പോൾ അവർ കുറേ ബാഗുകളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ബാഗാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ചേട്ടന് ഇതാണ് ഇഷ്ടമായി കൂടുതൽ. ഓക്കെ, ഇതിനെത്ര റേറ്റ് ചേട്ടാ? 1730. പിന്നെ അതിൽ ഡിസ്കൗണ്ട് വരും കുറച്ച്. പിന്നെ നമ്മളിവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് എല്ലാ വർഷവും. അപ്പോൾ അവർ ഇത്തിരി കൂടെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരേണ്ടതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഞങ്ങൾ. പിന്നെ ഇതാ ചേട്ടൻ കുട നോക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുട. അപ്പോൾ വലിയ കുടയൊക്കെ എടുത്ത് നോക്കണുണ്ട് കേട്ടോ. ചേട്ടന് കൂടുതൽ ഇഷ്ടം വലിയ കുട. പക്ഷേ അത് നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്യൂട്ട് കേസിൻ്റെ ഉള്ളിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുടയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചേട്ടന് വേണ്ടിയുള്ള ഒരു ഷോൾഡർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട വാങ്ങിച്ചിട്ടുണ്ട്. ബസ്സിൽ ചിലപ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല. എന്നാലും മഴയുണ്ടായാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന കുടയൊക്കെ ചിലതൊക്കെ കമ്പിയൊക്കെ വിട്ടുപിടിക്കും. അപ്പോൾ ചേട്ടനൊരു കുട വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി ബാക്കിയുള്ള അടുത്ത ഷോപ്പിങ്ങിനായിട്ട് പോകണം. നല്ല മഴക്കാരം കേട്ടോ. മഴ പെയ്യാൻ സാധ്യത ഇന്ന് കാണുന്നുണ്ട്. അതിന് വലിയ വെയിലൊന്നുമില്ല, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. റെയിൽവേ പാലം. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഷോപ്പിംഗ് മോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് ചാലക്കുടിയിലുള്ള മൂലൻസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അഞ്ചുമോൾക്ക് ആ ചിക്കൻ ബിരിയാണി പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരിക്കുന്നത്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ നമ്മുടെ ഓർഡർ കൊടുത്ത് അധികം വൈകാതെ തന്നെ എത്തി. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ അവിടുന്ന് മൂലൻസ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മസാല കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ പ്രാവശ്യം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല, ഒരുപാട് മസാല എടുക്കുന്നില്ല. 2-3 പാക്കറ്റൊക്കെ വെച്ച് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ മസാല അങ്ങനത്തെ ഐറ്റംസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ മറ്റൊരു ഐറ്റംസുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം വാങ്ങിക്കേണ്ടതെല്ലാം. ഞാൻ ചേട്ടനും കൂടെ ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചായപ്പൊടി എന്ന് പറയുന്നത് AVTയുടെ ചായപ്പൊടിയാണ്. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നൂലപ്പം അതായത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു തട്ട് വാങ്ങിക്കണമായിരുന്നു, സ്റ്റാൻഡ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ വാങ്ങി. ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിലത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് ഒന്ന് പോകണം. അവിടുന്ന് കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കണം നമുക്ക്. അപ്പോൾ അത് പറ്റിയ അച്ചാർ പോലെ ആക്കി കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് കുറച്ച്. പക്ഷെ അത് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നില്ല, അത് നമ്മൾ പോണതിൻ്റെ തലേ ദിവസം വാങ്ങിക്കണുള്ളൂ. കാരണം അത് നമ്മൾ നേരത്തെയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 ദിവസം കൂടി ഉണ്ട്, 3-4 ദിവസം കൂടി ഉണ്ട് പോകാൻ. അപ്പോൾ അത്രയും നേരത്തെ കൊണ്ടുവന്ന് വെച്ചാൽ ഉറുമ്പൊക്കെ കയറാൻ സാധ്യതയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷൊക്കെ വാങ്ങി ഇനി തിരിച്ചു പോകണം വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് അഞ്ചൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായയും കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അവിടെ നമുക്ക് ദഹിപൂരിയൊക്കെ കിട്ടും. നമ്മൾ പോയ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ പോയി ദഹിപൂരിയൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ദഹിപൂരിയോ 3 എണ്ണം ദഹിപൂരി. ചേട്ടനിവിടെ ദഹിപൂരി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ദഹിപൂരി. പിന്നെ നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്, ചായ മസാല ചായ. നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മൂലൻസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കടയാട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ദഹിപൂരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് ഒരു തണുത്ത ദഹിയൊക്കെ ഒഴിക്കുന്നതുകൊണ്ടായിരിക്കാം, തണുത്ത തൈര് ഒഴിക്കുന്നതുകൊണ്ടായിരിക്കും, അതും മധുരമുള്ള തൈര്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ അവർ റെഡിയാക്കി തന്നു. ചായ എനിക്കും ചേട്ടനും മാത്രം കേട്ടോ. അഞ്ജുന് ചായ വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് തന്നെയുള്ള കടയിൽ നിന്ന് ഇതാ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് അഞ്ജുന്. അപ്പോൾ അഞ്ജുനുള്ള ഐസ്ക്രീം കിട്ടി, അഞ്ജു ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഷോപ്പിംഗ് എല്ലാം ഇന്നത്തെ തീർത്തു. അതുപോലെ ഇവിടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി പൊളിച്ചിട്ടേക്കാണ് ഈ ഏരിയ മൊത്തം. പിന്നെ നമ്മള് ചായയൊക്കെ കുടിച്ചു, അഞ്ചൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങള് ദഹിപൂരി കഴിച്ചു. നല്ല ദഹിപൂരി കേട്ടോ, അവിടുത്തെ യുപിയിൽ കിട്ടുന്ന ആ ടേസ്റ്റ് തന്നെയെന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ്. അത് തണുത്ത ദഹിയാണ് അവരതിനകത്ത് ഒഴിക്കണേ. തണുത്ത നല്ല മധുരമുള്ള ദഹി, നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അവരത്ര തണുത്ത് ഒഴിക്കാറില്ല, അത്രയും തണുത്തത്. എന്തായാലും കൊള്ളാം. പിന്നെ പിന്നെ കേരളത്തിലത്തെ വൃത്തി അത് ഒരിക്കലും നമുക്ക് വേറെ എവിടെയെങ്കിലും പ്രതീക്ഷിക്കരുത്. അപ്പം എന്തായാലും അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ തിരിച്ചു പോകണം. അച്ചാറിനുള്ള ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ പേര്? മോദ എന്ന് പറയുന്ന ഒരു ഫിഷാണ് നമ്മൾ വാങ്ങിച്ചേക്കണേ. അത് മുള്ളൊന്നും ഇല്ലാത്ത സൈസ് മീനാണ്. കിലോ 300 രൂപ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇനി വീട്ടിൽ ചെന്നത് വാഷ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അവർ. അച്ചാറിൻ്റെ ഭാഗത്തിനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ വാഷ് ചെയ്ത് അച്ചാറിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് എന്ന് പറയാൻ ഒരുപാട് ഷോപ്പിംഗൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ചെറിയ രീതിയിലത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്ത ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐറ്റം നിങ്ങൾ കണ്ടു കാണുന്നതാണ്. ഇങ്ങനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടന് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ബാഗ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് സെയിം കടയിൽ നിന്നാണ് നമ്മളിതാ കുട വാങ്ങിച്ചിട്ടുണ്ട്, പോപ്പിക്കുട. അപ്പോൾ അതിനൊരു കുട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മളിതാ മസാല ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. മസാല ഐറ്റംസ് പിന്നെ അതിൻ്റെ കൂടെ ചൊറുക്കയുടെ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ചൊറുക്കയുടെ കുപ്പി വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഫിഷ് പിക്കിൾ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ചൊറുക്ക ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൊറുക്ക വാങ്ങിച്ചതാണ്. പിന്നെ ഇതെല്ലാം ഗരം മസാല ഐറ്റംസാണ്, എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ 2 ദിവസം നമ്മൾ ഇതിന് മുൻപുള്ളൊരു വീഡിയോയിലും ഗരം മസാലയൊക്കെ വാങ്ങിച്ചേക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ അനിയനൊക്കെ പറഞ്ഞത് ഇത് ഒരുമിച്ച് കൊടുത്ത് നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമുണ്ട്. നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല നൈസ് ഫൈൻ പൗഡറാക്കി പൊടിച്ചു തരും. അപ്പോൾ അതിനകത്ത് തരി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് നല്ലതാണ്. അപ്പോൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കണമെങ്കിൽ മിനിമം 1 kg എങ്കിലും വേണം. അപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ വാങ്ങിച്ച് ഒരു കുറച്ച് എമൗണ്ട് കൂടെ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതും അന്നത്തെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാ അങ്ങനെ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് ആണ്. ഇത് മൊത്തം ഇത് നമ്മൾ മൂലൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു ഇതെല്ലാം മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ മസാല, ഫിഷ് മസാല, മീറ്റ് മസാല, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിനകത്തൊക്കെ മെയിനായിട്ട്. പിന്നെ കായം, LG കായം, ആ കായത്തിൻ്റെ കഷ്ണമായിട്ടുള്ളതുണ്ടല്ലോ, ഞങ്ങൾക്ക് നമ്മുടെ UP കിട്ടില്ലേ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലപ്പത്തിൻ്റെ തട്ടാണ് കേട്ടോ, ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ആ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇതാ കെട്ടി വെച്ചേക്കണം അവർ. കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പ്ലേറ്റ് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 3 പ്ലേറ്റുള്ള അങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചേക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, ഇത് എനിക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവൻ കിച്ചൺ ഐറ്റംസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്നില്ല. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ് എന്ന് പറയുന്നത് 2 സാരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ഞങ്ങൾക്കവിടെ യൂണിഫോമാണ്. സാറ്റർഡേസിൽ ഞങ്ങൾക്ക് സാരി കളർഫുൾ സാരി എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫുൾ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അതാണ് ഞാൻ ഫുൾ തുറക്കണില്ല, കാരണം പിന്നെ എനിക്കൊരു പാക്ക് ചെയ്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 സാരി, ഇതൊക്കെ സാരിയുടെ തലഭാഗം, മുണ്ടാണി ഭാഗം, ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ടാനും. അപ്പോൾ ഈ രീതിയിൽ 2 സാരി ഒരെണ്ണം ഇട്ടത് കേട്ടോ. ഇതിങ്ങനെ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ, ബ്ലൂ ആണ്, പീക്കോക്ക് ബ്ലൂ എന്ന് പറയാം. പിന്നെ പറഞ്ഞെന്താ ഈ ഒരു കളറ് പർപ്പിൾ കളർ എന്ന് പറയാം. ഇങ്ങനെ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ സാരിയുടെ തലയില്ല, മുന്താണിയുടെ ഇങ്ങനെ ഉണ്ടോ, ഇഷ്ടമായത് നിങ്ങൾക്ക്. അങ്ങനെ 2 സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സാരി എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഞാനവിടെ എടുക്കില്ലായിരുന്നു. അപ്പോൾ 2 സാരി, ഇതുമേ വിത്ത് ബ്ലൗസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഷോപ്പിംഗ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത്. വേറെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഈ ഫിഷൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് കഴുകി പിക്കിളാക്കണം, അങ്ങനെ ഒത്തിരി ജോലികളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.